റോക്കി അസി കൂടി പുറത്തുപോയതോടെ ബിഗ് ബോസ് വീട്ടിൽ ഇനി അവശേഷിക്കുന്നത് 17 പേരാണ്. അടുത്തതായി പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രിയാണ്. റോക്കിയുടേത് അപ്രതീക്ഷിതമായ പുറത്തുപോകൽ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മറ്റൊരു മത്സരാർത്ഥി ആ സ്ഥാനത്ത് വരേണ്ടതുണ്ട്. ആ നിലയ്ക്ക് വീക്കെൻഡ് എപ്പിസോഡ് വരും മുൻപേ തന്നെ വൈൽഡ് കാർഡിലൂടെ ഒരാൾ ബിഗ് ബോസ് വീട്ടിലെത്താൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്ന ഒരാൾ പുറത്തുപോയ രതീഷിന്റെയും റോക്കിയുടെയും വിടവ് നികത്താൻ പാകത്തിലുള്ള മത്സരാർത്ഥിയായിരിക്കണം. എന്നാൽ മാത്രമാണ് സീസൺ 6-ൽ കാര്യമായ ഓളമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. രതീഷ് ആയാലും റോക്കി ആയാലും കണ്ടന്റ് മേക്കിങ്ങിൽ ഇവർ രണ്ടുപേരും നിർണായക പങ്കുവഹിച്ചിരുന്നു. ഇവർ രണ്ടും പോയതോടെ മറ്റ് മത്സരാർത്ഥികൾക്ക് ശക്തനായ എതിരാളികളെയാണ് നഷ്ടമായിരിക്കുന്നത്. നിലവിൽ സിജോ, ജാസ്മിൻ, ഗബ്രി, അപ്സര തുടങ്ങിയവരൊക്കെ ആക്റ്റീവായ മത്സരാർത്ഥികളാണ്. ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി കളിക്കുന്ന ഒരേയൊരു മത്സരാർത്ഥിയാണ് സിജോ. മറ്റുള്ള മത്സരാർത്ഥികളുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കിയാണ് സിജോ പലപ്പോഴും ഗെയിം കളിക്കാറുള്ളത്. റോക്കിയുടെ വിഷയത്തിലായാലും ഒരു പ്രൊവോക്കിംഗ് സിജോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. മൈൻഡ് ഗെയിമാണ് സിജോ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഇനി അപ്സരയിലേക്ക് വരുമ്പോൾ ഓരോ വിഷയത്തിലും തന്റേതായ അഭിപ്രായം പ്രകടിപ്പിക്കുകയും എതിരഭിപ്രായമുള്ള കാര്യങ്ങൾ ശക്തമായ ഭാഷയിൽ തുറന്നു പറയുകയും ചെയ്യുന്ന മത്സരാർത്ഥിയാണ്. ബിഗ് ബോസ് വീടിനുള്ളിലുള്ളവരും ബിഗ് ബോസും അപ്സരയെ മികച്ച ക്യാപ്റ്റൻ എന്ന് വിലയിരുത്തണമെങ്കിൽ അത്രയും ആക്റ്റീവ് എന്നർത്ഥം. അടുത്തതായി ജാസ്മിൻ. ഗെയിം കൃത്യമായി കളിക്കുവാനും മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യുവാനും അറിയാവുന്ന മത്സരാർത്ഥി. ഇടയ്ക്ക് വെച്ച് ലവ് സ്ട്രാറ്റജി പിടിച്ച ജാസ്മിൻ ഇപ്പോൾ ബാക്ക് ടു ഫോം രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യങ്ങളെ വിമർശനാത്മകമായി സമീപിക്കാനും എതിരാളിക്കെതിരായ ചെറിയ സാധ്യത പോലും ഉപയോഗിക്കാൻ കഴിയുന്ന മത്സരാർത്ഥിയാണ് ഗബ്രി. ഈ പറഞ്ഞവരൊഴിച്ചാൽ മറ്റ് മത്സരാർത്ഥികളൊന്നും തന്നെ ഒട്ടും ആക്റ്റീവല്ല. താനുമായി ബന്ധപ്പെട്ട സംഭവം വരുമ്പോൾ മാത്രമാണ് ഇക്കൂട്ടർ പ്രതികരിക്കാറുള്ളത്. മുൻപ് പറഞ്ഞതുപോലെ വരുന്ന വ്യക്തിക്ക് ഇവരെല്ലാം ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ഗുണം ചെയ്യും. നിലവിൽ ടെലിവിഷൻ രംഗത്ത് നിന്നുള്ളവരും സോഷ്യൽ മീഡിയ താരങ്ങളും ബിഗ് ബോസിലുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ മറ്റൊരു ഫീൽഡിലുള്ള വ്യക്തി വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗെയിം അരച്ച് കലക്കിയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുക. ഇങ്ങനെ വരുന്നവർക്ക് കൃത്യമായ ധാരണയും അതുപോലെ പ്ലാനിങ്ങും ഉണ്ടാകാറുണ്ട്. 4ാം സീസണിൽ റിയാസിന്റെ വൈൽഡ് കാർഡ് എൻട്രി പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു സർപ്രൈസ് ആയിരുന്നു. തുടക്കത്തിൽ വ്യാപക സൈബർ ആക്രമണം റിയാസിന് നേരിടേണ്ടി വന്നെങ്കിലും സീസൺ 4-നെ ഇളക്കി മറിക്കാൻ റിയാസിന് സാധിച്ചിരുന്നു. 5ാം സീസണിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ ഹനാൻ, അനു ജോസഫ്, സംവിധായകൻ ഒമർ ലുലു എന്നിവർക്കൊന്നും പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ സീസൺ 6-ൽ വരുന്ന വ്യക്തിക്കെങ്കിലും ഒരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചാൽ നല്ലതാണ്. മൈൻഡ് ഗെയിം കളിക്കുന്ന സിജോയെയും മറ്റും എതിർക്കാൻ വരുന്ന വ്യക്തിക്ക് കഴിയുമോ എന്നാണ് ഇനി അറിയേണ്ടത്.